അയ്യോ ചേച്ചി ഏട്ടാ എന്തെങ്കിലും തരണേ, ചേച്ചി ഏട്ടാ എന്തെങ്കിലും ശരണേ ശരണേ. ഈ പിച്ചക്കാരന് വേറെ എവിടെയെങ്കിലും പോയിരുന്നൂടെ? വെറുതെ എവിടെയെങ്കിലും പിച്ച ആരെങ്കിലും തരാം. എന്റെ പോരാ ഓരോ കളത്തിലായിട്ട് വന്നോളൂ. എനിക്ക് പ്ലേറ്റ് വെക്കാൻ പോലും എനിക്ക് പൈസ ഇല്ല. പിച്ചക്കാരൻ ഒന്ന് പൈസ ഇട്ടാക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് പോലും ഇല്ല. അതൊന്നും വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇങ്ങനെ പറഞ്ഞാലും ആൾക്കാർ കേൾക്കില്ല. എന്തെങ്കിലും ഒട്ട് ചെയ്യണം. ഐഡിയ. അയ്യോ ഒരു പാവം പയ്യെ കണ്ണ് കാണുന്നില്ല. കുറച്ച് പൈസ കൊടുത്തേക്കാം മോനെ. ഇന്ന് നല്ല പൈസ കിട്ടി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം കോടീശ്വരനാവും. ദിവസം കൊണ്ട് ഇരിക്കാൻ വയ്യ. മോനെ പിടിച്ചോ പൈസ. അയ്യോ പാവൻ ചെക്കൻ. എന്നാ മോനെ ഒരു 500 രൂപ പിടിച്ചോ, ചികിത്സക്കുള്ള പൈസ. കുറച്ച് പൈസ കൊടുത്തേക്ക്, കണ്ണ് കാണത്തില്ല. എന്നാ മോനെ. അങ്ങനെ കുറച്ച് വർഷം അങ്ങനെ അയാൾ പിച്ച തണ്ടി. അങ്ങനെ അയാളിപ്പം അങ്ങനെ പിച്ച തണ്ടിയ ആൾക്ക് ഒരു കാറ്, സൈക്കിൾ, പുത്തം പുതിയ വീട്, വലിയ ബിസിനസ് മാൻ, വലിയ ഗോൾഡൻ്റെ കമ്പനിയിലെ മാനേജർ, കുറെ സെക്യൂരിറ്റിമാർ. എത്ര പൈസ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാനെല്ലാം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പിച്ച തണ്ടിയിടുന്ന ആളിപ്പം പൈസയിൽ കടന്നുറങ്ങുന്ന അവസ്ഥ. ഇരിക്കുന്ന സീറ്റിൽ പൈസ, നടക്കുന്ന സ്ഥലത്ത് പൈസ, എവിടെ നോക്കിയാലും പൈസ. വരുന്ന കള്ളന്മാർക്കെല്ലാം പൈസ നിറയെ വാരി കൊടുക്കൽ. അങ്ങനെ പിച്ചക്കാരനായ അയാൾക്ക് പൈസ നിറയെ ആയതോടെ പൈസയോട് ഒരു ബഹുമാനമില്ലാണ്ടായി. റോട്ടുമെല്ലാം വെറുതെ പൈസ എറിഞ്ഞു പോവാ, നിലത്തെല്ലാം പൈസ എറിയും. പൈസ വെച്ച് അയാൾ കുറേ തമ്മാടിത്തം കാണിച്ചു. അയാൾ പൈസ വെച്ച് എറിഞ്ഞു കളിക്കുന്നെല്ലാം മുമ്പിൽ നിന്നും ദൈവം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അയാളൊരു പിച്ചക്കാരനാണെന്നും പൈസ കിട്ടിയിട്ട് ഇങ്ങനെ ആയതാണെന്നും എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അയാളുടെ പൈസയും പോയി, വീടും പോയി, കാറും പോയി, അയാളുടെ ജോലിയും പോയി. ഇപ്പം അയാൾ എന്ത് ചെയ്യുന്നു? വീണ്ടും പിച്ചക്കാരൻ. പണ്ട് ടൗസറെങ്കിലും ഉണ്ടായിന്, ഇപ്പം ജഡ് മാത്രമായി. എന്തു കഷ്ടം. ശരണം മൂഞ്ചി.